ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിരുന്ന സിബിൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയാണ്. അതായത് ബിഗ് ബോസിൽ പറയാതെ പോയ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ ഫാദറിൻ്റെ ജോലി പെട്ടെന്ന് പോവുകയും വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത കുറേ കാലങ്ങളുണ്ട്. അന്നൊക്കെ എൻ്റെ വല്യപ്പനും വല്യമ്മയുമാണ് ഞങ്ങളെ സഹായിച്ചത്, അവരുടെ ചെറിയ ജോലിയിൽ നിന്ന്. വല്യപ്പൻ മീൻ പിടിക്കുകയും വല്യമ്മ മീൻ വിൽക്കുകയും ചെയ്യുന്ന ജോലി. അങ്ങനെ പോകുന്ന സമയങ്ങളിലൊന്നും ഞാൻ എൻ്റെ ഒരാവശ്യങ്ങളും എൻ്റെ പേരൻസിനെ അറിയിച്ചിട്ടില്ല. കാരണം എനിക്കറിയാമായിരുന്നു വീട്ടിലെ സാഹചര്യം എന്താണെന്ന്. ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വീട്ടിൽ തീരെ പൈസ ഇല്ല എന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തിനും വീട്ടിൽ വാശി പിടിക്കാറില്ലായിരുന്നു. പുതിയ ഡ്രസ്സ് വാങ്ങാനോ സ്കൂളിൽ നിന്നും ടൂർ പോകാനോ അങ്ങനെ ഒരു കാര്യത്തിനും ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ലായിരുന്നു. കാശ് ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ തരും. അങ്ങനെ തന്നാൽ ഞാൻ പാൻസും ഷർട്ടും ഷൂസും ഒക്കെ മേടിക്കും 1000 രൂപയ്ക്ക്. അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ്. പിന്നെ കേറ്ററിംഗ് സർവീസിനും പോയി തുടങ്ങി. ഡാൻസ് എൻ്റെ പാഷനായിരുന്നു. ആര് വിളിച്ചാലും കൂലി തന്നില്ലെങ്കിലും ഡാൻസ് കളിക്കാൻ പോകും. പൊറോട്ടയും ഗ്രേവിയും വാങ്ങിത്തരും ഡാൻസ് കളിച്ചാൽ. പിന്നെ ഇഷ്ടം പോലെ സോഡയും. അങ്ങനെ 15 സ്റ്റേജ് വരെ ഡാൻസ് കളിക്കാൻ പോയ ദിവസങ്ങളുണ്ട്. +1 എത്തിയപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വോഡാഫോൺ തകതിമി എന്ന റിയാലിറ്റി ഷോയിൽ സെലക്റ്റായി. പിന്നീട് ഏഷ്യാനെറ്റിൽ കൂടെ പ്രോഗ്രാമുകളും കിട്ടിത്തുടങ്ങി. കാശ് കിട്ടാൻ തുടങ്ങി. എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട അമ്മൂമ്മയ്ക്ക് ഒരു 100 രൂപയെങ്കിലും ദിവസവും കൊടുക്കണമെന്നത്. പക്ഷേ അത് നടന്നില്ല. ഇതിനു മുന്നേ എൻ്റെ അമ്മൂമ്മ മരിച്ചു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനും മരിച്ചു. സിബിൻ്റെ മുൻ ഭാര്യ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൊച്ചിൻ്റെ അമ്മയല്ലേ, ഞാൻ അവരെക്കുറിച്ച് ഒരിക്കലും മോശമായി പറയില്ല എന്നാണ്. സെപ്പറേഷനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പുള്ളിക്കാരിക്ക് പറ്റിയ ഒരാളല്ലായിരുന്നു, ഞാൻ മോശക്കാരനായിരുന്നു എന്നതായിരുന്നു കാരണം പറയുന്നത്. അതുകൊണ്ട് എന്നെ വിട്ടിട്ട് പോയി. മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമമുണ്ടെന്നും പിരിഞ്ഞതിന് ശേഷം ഒരിക്കലും മോനെ കാണാൻ അവർ അനുവദിച്ചിട്ടുള്ളൂ എന്നും പറയുന്നു. കോടതി ഉത്തരവുണ്ടായിട്ടും ഓരോ റീസൺ പറഞ്ഞ് മോനെ കാണിക്കുന്നില്ല. അതിൽ വലിയ വിഷമമുണ്ട്. ആ കാര്യത്തിൽ അല്ലാതെ മറ്റൊരു വിഷമങ്ങളും എനിക്കില്ല. സിബിൻ്റെ എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.